ഇന്നെ കൂട്ടാൻ വേണ്ടിട്ട് വൈകുന്നേരം വരുമോ? മക്കളെ അച്ഛമ്മ തിന്നോട്ടോ. ചോറ് കൊണ്ടുപോ മക്കളെ. ചോറ് കൊണ്ടോട്ടെ. ഇച്ചിരി പന്നെ അവിടെ നിന്നോ. ഈ വലിയ പാത്രത്തിൽ ഇച്ചിരി കറിയൊക്കെ ഏറെ വെച്ചിട്ടുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും കൊടുത്തു പറക്കിയൊക്കെ തിന്നാം. വെള്ളം കൂടെ വെക്കേ. ഇനി അവിടെ ചെന്ന് വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ. ഓഫീസിലിരിക്കുമ്പോ വെള്ളം കുടിക്കണേ. ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? ഭക്ഷണം ഒന്നും എടുത്തു വെച്ചില്ല. ഇതെന്നെ അമ്മ ഇങ്ങനെ? എനിക്ക് ഭയങ്കര തലവേദനയാടി. അമ്മ തലവേദന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നതാ കൊച്ചേ, എനിക്ക് എല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങക്ക് വിളമ്പി തിന്നാ പോരെ? എന്റെ പൊന്നെ, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യണം. ഒരു പാത്രം ചോറെടുത്ത് വിളമ്പി തരാൻ പോലും പറ്റത്തില്ലേ? എന്നാണ് എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ? നിങ്ങളവിടെ എന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ല. നോക്ക് നീ. ഇനി ഭക്ഷണം ഉണ്ടാക്കി അവിടെയും വെച്ചിട്ടില്ല, ടേബിളിലും വെച്ചിട്ടില്ല, ഒന്നുമില്ല. എന്റെ മോനെ എല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പാത്രവും ഉണ്ടാക്കാനുള്ളത് കഴുകി വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യാഞ്ഞിട്ടാ. എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല. നിനക്കറിയാവുന്നതല്ലേ, എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന ഉള്ളതല്ലേ. എന്നിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി പെറുക്കി എല്ലാം വെച്ചു. ഇനി എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേടാ. ഇവളും എന്നെ പേടിപ്പിക്കണം, നീ കണ്ടില്ലേ? തലവേദന ഞാൻ ഉണ്ടായപ്പോ തൊട്ട് കേൾക്കുന്ന തലവേദന. ഇതെനിക്ക് എപ്പോഴും തലവേദനയാണല്ലോ. ഇവിടെ വേറെ പണിയൊന്നുമില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫുള്ള് റെസ്റ്റ് അല്ലേ. ഈ ഒരു 5 മിനിറ്റ് പണിയല്ലേ ഉള്ളൂ. അന്നേരം ഈ തലവേദന ഒന്നൊരു വിഷയമല്ല, പണിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചുമ്മാ തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് അടക്കി പൊതിഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്ത് തന്നോളാം. നിങ്ങൾ പോകാൻ മേശയിലോട്ടിരുന്നു. ഞാനിപ്പോൾ തന്നെ എടുത്ത് തന്നോളാം. എൻ്റെ ദൈവമേ, വാതിലൊക്കെ തുറന്നു നടത്തിയിട്ട് എവിടെ പോയി? ഇവിടെ കിടക്കുവാണോ? ഓയ് എഴുന്നേറ്റ് അങ്ങോട്ട്. ഞാൻ ഈ വാതിൽ തന്നെ തുറന്നു നടത്തിയിട്ട് കൊച്ചിനെ ഇങ്ങനെ ഇരുത്തി ഒരു കാര്യമില്ലല്ലോ, ഒരു ശ്രദ്ധയില്ലല്ലോ. എനിക്ക് വയ്യെന്ന് രാവിലെ പറഞ്ഞതല്ലേ. എനിക്ക് തലവേദന, എനിക്ക് തലവെട്ടല. എന്നാ വെട്ടല്? അല്ലെങ്കിൽ എന്നും വെട്ടല് തന്നെയാണല്ലോ. കൊച്ചിനെ എഴുതിട്ട് അമ്മ TV വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലോ? ഞാനിവിടെ ഒച്ചപ്പാട് ഭയങ്കര ഒച്ചയാണല്ലോ. റോഡിൽ കേൾക്കാലോ. എന്നാ ഒച്ചപ്പാടെന്നോ? ഇതേ കിടക്കുന്നത് നോക്ക്. ഞാൻ വന്നപ്പോൾ വാതിലെല്ലാം തുറന്ന് മലർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചു TV നോക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എത്ര നേരമായിക്കാണ് കൊച്ചു TV നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? അത് മാത്രമല്ല, രാവിലെ തൊട്ടും കണ്ട് കിടക്കുന്നതാ. ഒരു പണി ചെയ്തിട്ടില്ലത്. എല്ലാം ഒരു സാധനം അടിച്ചു വാരിയിട്ട് പോലുമില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ ആർക്കറിയാം. ആ കൊച്ചു കാർട്ടൂണും കൊണ്ടുകൊണ്ട് ഇരുന്നോണ്ട് ഇവിടെ ഇരുന്നു. അല്ലായിരുന്നെങ്കിലോ ഈ വാല് തുറന്നിട്ടുണ്ട്. ഞാനിവിടെ കയറി വന്ന് അമ്മ അറിഞ്ഞിട്ട് പോലില്ല. വല്ല പിള്ളേരെ പിടുത്തക്കാരും വന്ന് കൊച്ചിനെ പിടിച്ചോണ്ട് എടുത്തോണ്ട് പോയാൽ പോലും അമ്മ അറിയോ? ഇന്നത്തെ കാലമാ. എല്ലാം മനുഷ്യർ സൂക്ഷിക്കേണ്ട സമയത്താ കൊച്ചിന്റെ കാര്യങ്ങൾ പോലും നോക്കാതെ ഈ കിടപ്പ് കിടക്കുന്നത്. വയ്യ പോലും വയ്യ. മക്കളെ എനിക്ക് വയ്യട. എനിക്ക് തലവേദന, രാവിലെ തലവേദന ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നല്ല പനിയാ. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടോ. എനിക്ക് തീരെ പറ്റിയല്ല. എന്നിട്ടാ മനുഷ്യനെ ബുദ്ധിമുട്ടിയാണ്. എന്നാ എഴുന്നേറ്റ് തുണി മാറ്. ആശുപത്രി കൊണ്ടുപോവാ. ഇനി ആശുപത്രി പോയില്ലാന്ന് വേണ്ട. ഇനി ആശുപത്രിയിലേക്ക് പോകാത്ത കുഴപ്പങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോ പ്രായം ഇത്രയായില്ലേ. സാധാ ജലദോഷം പനി വന്നേക്കുന്നതാ. ഇനിയിപ്പോ ഇവിടെ പാരസിറ്റമോളുണ്ട്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് വെച്ചേക്കുന്ന എല്ലാ മരുന്നും ഇരിപ്പുണ്ട് ഇവിടെ. അതെടുത്ത് കഴിക്കട്ടെ. ചുമ്മാ ഈ ആശുപത്രിക്കുണ്ട്. പ്രായം ഇത്രയായി എന്നാ വിചാരിച്ചോണ്ടാ? ഈ എത്ര രൂപയാവും ഇവിടെ ബില്ലാവും അറിയാം. ഒരു ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, എല്ലിനും എല്ലാത്തിനും ടെസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഞാൻ നശിപ്പിക്കാനേ. പൈസക്കൊന്നും ഒരു വിലയില്ലല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ ആശുപത്രി കഴിഞ്ഞാൽ സർവത്ര ടെസ്റ്റ് ചെയ്യിക്കും. അവിടെ ആ മരുന്നുണ്ടെന്നല്ലേ അവള് പറഞ്ഞത്. ആ മരുന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് 2 ദിവസം വെറുതെ ഇരിക്കും. എന്നിട്ട് ആ പനിയൊക്കെ തലവേദനയൊക്കെ അങ്ങ് പൊക്കോളും. ആശുപത്രിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബില്ലാണ്. ഇപ്പോൾ പ്രായമായവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാ കേട്ടോ. ഇത് അമ്മയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നല്ലേ പറഞ്ഞേ. നീ കുളിച്ച് റെഡിയാവോ? നമുക്ക് പുറത്ത് പോയാലും കഴിക്കാം. ദൈവമേ, അങ്ങാരം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങാരൊന്നും പറഞ്ഞത്. എനിക്കോ പറ്റില്ല ഒന്ന് കൂടിത്തരാൻ. അവനോടൊന്ന് ഈ മുളക് മെതിക്കാനൊന്ന് കൂടാൻ പറഞ്ഞിട്ട് അവൻ കൂടുന്നില്ലല്ലോ അച്ചായി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കള് ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ഈ കാര്യങ്ങൾ നടക്കില്ല. അതിന് കൂടണമെങ്കിൽ ഇത് പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അന്ന് കൂടിയാൽ പോരെ. ഇനിയുള്ള കാലേ മക്കൾ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാര്യം നടക്കുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ. അത് കാരണം ജീവിക്കാനുള്ള ഇപ്പോൾ എൻ്റെ കാലം കഴിയാറായി. ഇനി എത്ര കാലം
ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും അവനവൻ്റെ കൈ അവൻ്റെ തലക്കീഴിലിരിക്കും, അതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്നാന്ന് വെച്ചാൽ ചെയ്യുകയാണെങ്കിൽ അവനവന് കൊള്ളാം. എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവൻ നമ്മളെ പൊന്നു പോലെ നോക്കിക്കോളും. അവൻ നോക്കാതെ ഒന്നും ഇരിക്കില്ല. അങ്ങനെ അങ്ങ് നോക്കാതിരിക്കുന്ന മകനൊന്നും അല്ല. അവൻ എല്ലാം ചെയ്തോളും. അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാനല്ല, അവർ നോക്കിക്കൊണ്ട് ചെയ്യും. ആ ചേച്ചിയെ, എനിക്ക് കുറച്ച് കോവയ്ക്ക തന്നെ. ഞാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കട്ടെ, വീട്ടിലൊന്നും ഇരിപ്പില്ല. ആ തരാടി കൊച്ച എന്തായാലും പറിച്ചെടുത്തോ. എനിക്ക് നേരമില്ല പറിക്കാൻ, എനിക്ക് പറ്റിയല്ല. മക്കൾ പുറത്ത് പോയി തിന്നാൻ, എനിക്ക് വല്ലവരും പുറത്തുനിന്ന് കൊണ്ട് തരാനുണ്ടാവും. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അത് വയ്യെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറിക്കുക. നീ 5-6 പറിച്ചോണ്ട് വെക്കും. ഈ വെയിലും കൊണ്ട് എന്നോടൊക്കെ അടി പൊന്നെ ഇങ്ങ് വന്ന് ചേച്ചിയുടെ പൊന്ന്. അതിനെ ചേച്ചി അവര് പുറത്തേക്ക് പോയത്. അന്ന് ചേച്ചിനെ കൊണ്ടുപോകാതെ പോയതെന്നാ തിരിയില്ലല്ലോ. പക്ഷേ എനിക്ക് പറ്റിയല്ലായിരുന്നു. ഞാൻ അവിടെ ഒന്ന് കിടന്നുപോയി. അതുകൊണ്ട് അവർ തിന്നാൻ പുറത്തു പോയി. എനിക്ക് വല്ലവരും കൊണ്ടുപോയി തരാനുണ്ടോ. അതുകൊണ്ട് വയ്യെങ്കിലും എന്നെ ഇന്നൊന്നും കഴിച്ചില്ല. എന്നെങ്കിലും ഉണ്ടാക്കി തിന്നാന്ന് ഓർത്ത് 2 കോവയ്ക്ക പറിക്കാൻ. അതെ, ചേച്ചി തന്നെ ഇവരെ വളം വെച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ പലവട്ടം ചേച്ചീൻ്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഇവർ കാണിക്കുന്നതൊക്കെ. ഇങ്ങനെയാണോ മക്കൾ പെരുമാറേണ്ടത്? ഈ പറയേണ്ട രീതിയിൽ അവരോട് പെരുമാറണമായിരുന്നു. ചേച്ചിക്ക് പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പണിയില്ലെന്ന് പറയണം. ആവശ്യത്തിന് അവർക്ക് കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നില്ലേ, അവരെ കയറി ഭരിക്കാനുള്ള അനുവാദം അവർക്ക് കൊടുക്കരുത്. ഒരു 10-18 വയസ്സ് വരെ ചേച്ചി അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം നോക്കിക്കിട്ടില്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മതി. അവർക്ക് വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ട്, അവർക്ക് അന്തസ്സായിട്ടുള്ള ജോലിയുണ്ട്. ചേച്ചിക്ക് ഈ കാണുന്ന പറമ്പൊക്കെ ചേച്ചിയുടെ പേരിൽ തന്നെയല്ലേ കിടക്കുന്നത്. പിന്നെ ഇപ്പോഴും അവരെ അടിമയെ പോലെ കിടക്കേണ്ട ആവശ്യം എന്താ ചേച്ചിക്ക്? ഇനി ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ചു കാലം ജീവിക്കുന്നേ. ഞാൻ എങ്ങനെ എന്നാ ചെയ്യാനാ മക്കളെ? എനിക്ക് ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു തരാനോ പറക്കാനോ എല്ലാത്തിനും? അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടാണോ ചേച്ചി ചെയ്യേണ്ടത്? ചേച്ചിയുടെ പേരിലായി കിടക്കുന്ന സ്വത്ത് മൊത്തം കിടക്കുന്നത്. ഈ പറമ്പിൽ നിന്ന് എടുക്കുന്ന ആദായം മൊത്തം ചേച്ചിക്കല്ലേ? ചേച്ചി ആ ആദായം എല്ലാം മേടിച്ച് വെച്ചിട്ട് എന്നാ ചെയ്യണം? ഒരു പണിക്കാരനെ അങ്ങ് നിർത്തുക. എന്നിട്ട് ആ പൈസ ഇപ്പം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇട്ടതിൻ്റെ പൈസയൊക്കെ ചേച്ചിയുടെ കയ്യിലേക്ക് തന്നെ മേടിക്കുക. അപ്പം സ്വയമേ ഉള്ള കാശുമായി വരുമാനമാകും. അവരന്നേരം ഇപ്പം ചേച്ചിയുടെ ചൊൽപ്പടിക്ക് വരും. ഇപ്പം പൈസയെല്ലാം എടുക്കുന്ന അവനല്ലേ? അതുകൊണ്ടാണ്. പിന്നെ ചേച്ചിയുടെ ആരോഗ്യം ഇത്ര മോശമായത് എങ്ങനെയാണ്? പെരക്കകത്ത് ഇരുന്ന് ഫുൾ ടൈം അവർക്ക് വേണ്ടിയിട്ടുള്ള പണിയും ചെയ്ത് പാത്രവും കഴുകി ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയായത്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പോവുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും. അവനവൻ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വയസ്സായി കിളവിയായി കിടന്നുകൊണ്ട് ജീവൻ നിലനിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് പോലെയൊക്കെ ഒന്ന് ചേച്ചി ചെയ്ത് നോക്കാം. വഴി മാറി വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം. എന്നാൽ അങ്ങനെയൊന്ന് നോക്കാം മേനെ. ശരി, കോവയ്ക്ക പറിച്ചെടുത്തോ കേട്ടോ. ആ ശരി. എവിടെ പോയി? ഇല്ലല്ലോ, ഇവിടെ ഇല്ല. എവിടെയാ? മിറ്റത്തെ ഇല്ലിലേക്ക് തണ്ടി പോയാ. എന്റെ ദൈവമേ, ഇച്ചായ എന്നതാടി പെണ്ണി കാലത്ത് കിടന്ന് കൂ. മനുഷ്യരെ കൊണ്ട് പറയിക്കോ? കണ്ടോ? നാട്ടുകാരെന്താ പറഞ്ഞു കാണുമെന്ന് ആർക്കറിയാം. ഇച്ചിരി കുടിക്കാൻ ഇങ്ങനെ എടുത്തടി കൊച്ചേ. ഇത് എന്നാ അമ്മേ? നാട്ടുകാരെന്നാ പറയും? എന്നാ ചിന്തിക്കുന്നേ അവര്? നാട്ടുകാരെന്നാ പറയാനാ? ഒന്നും പറയാനില്ല. ഞാനേ ഇനി എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ കാര്യം നോക്കി, എൻ്റെ കാര്യം ഒന്നും നോക്കില്ല. എൻ്റെ ആരോഗ്യം നോക്കണം, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നുള്ളൂ. അമ്മ ഈ കോലം കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പണിയൊക്കെ ആരാ അമ്മ ചെയ്യുന്നത്? ഇവക്ക് കാലത്തെ പോകാനുള്ളത് അമ്മയ്ക്ക് അറിയത്തില്ല. ഈ വീടും ഈ പറമ്പും എൻ്റെ പേരിൽ തന്നെ എപ്പോഴും കിടക്കുന്നത്. അപ്പനുള്ള പേര് സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും കൂടെ പേരിൽ കിടന്നു. ഇപ്പം ഇത് എൻ്റെ പേരിലാണ് കിടക്കുന്നത്. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും എല്ലാം ഇനി മേലിൽ എൻ്റെ അക്കൗണ്ടിൽ വീണോണം. ഇനി ഒരിക്കലെങ്കിലും നിൻ്റെ അക്കൗണ്ടിൽ വീണെന്ന് ഞാൻ അറിയാനിട വരരുത്. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരും ഒന്നും തരണ്ട. എനിക്കുള്ള വരുമാനം ഇതിനകത്തുണ്ട്. ഇതെന്നാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ കാര്യങ്ങൾ ഇതുവരെ ഞങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അല്ല അമ്മ, ഇതിപ്പം പൈസയുടെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ
ഇത്രയും നാളുവേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി എല്ലാവരെയും പഠിപ്പിച്ചു, നല്ല ജോലിയും കിട്ടി. നിങ്ങളുടെ കാര്യം നോക്കിക്കോ. ഇനി ഈ ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കളെ. എടാ, ഞാൻ ഈ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. നിന്നെയൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാ. നിന്നെയൊക്കെ ഈ 10 മാസം ഈ വയറ്റിൽ ചുമന്നത് എന്തു ത്യാഗം സഹിച്ചാടാ. എന്നിട്ട് നിനക്കൊക്കെ എനിക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ ഓർത്തി ജീവിക്കുന്ന എന്നെ നീയൊക്കെ പരിഗണിച്ചില്ല. നിനക്കൊക്കെ നിന്റെ കാര്യം വലുത്, എനിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ കാര്യം നോക്കി. ഇനിയേ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കട്ടെ. ഇനി മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ല. ഇനിയുള്ള കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ആയ കാലത്ത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കുറച്ച് പ്രായമാകുമ്പോൾ അവരെ അടിമകളായി ജീവിക്കേണ്ടി വന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആയ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ മക്കളുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവരുടെ അടിമകളായിട്ട് ജീവിക്കാതെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും നോക്കി മുന്നോട്ട് ജീവിക്കാനുള്ള കഴിവ് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകണം.